ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ആറ്റുകാൽ അമ്പലത്തിലേക്ക് ഒന്ന് പോകുന്നതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ പകുതി മുക്കാലും വെർട്ടിക്കലാണ്. ആകെ 2 ഭാഗം മാത്രമേ ഞാൻ ഹൊറിസോണ്ടലായിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ ആറ്റുകാൽ പോകണമെന്നിരിക്കുന്നു. പിന്നെ എനിക്കെന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തിരുവനന്തപുരത്തുള്ള സമയത്തല്ലേ ഈ ആറ്റുകാൽ അമ്പലത്തിലൊക്കെ പോവുള്ളൂ. അത്രയും ഫേമസ് ആയ ഒരു അമ്പലത്തിൽ ഇവിടെ വന്നിട്ട് പോയില്ലെങ്കിൽ പിന്നെ നാട്ടിൽ പോയിട്ട് തിരിച്ചിവിടെ വന്ന് പോക്ക് അത് നടക്കുന്ന കാര്യം ആയിരിക്കില്ല ചിലപ്പോൾ നമ്മളെ കൊണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ഉള്ള സമയത്ത് ഇവിടെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളും ഇവിടെ പോകാൻ പറ്റുന്ന അമ്പലങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് പോകണം, അത്രേ ഉള്ളൂ കേട്ടോ. എപ്പോൾ ഇവിടെ ഇത്രയും കാലം ഉണ്ടാവുമെന്നൊന്നും അറിയില്ലല്ലോ നമുക്ക്, എപ്പോഴാണ് നാട്ടിലേക്ക് പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും അമ്പലത്തിൽ പോയിട്ട് ദേവിക്ക് മറ്റേ നാരങ്ങേൻ്റെ വിളക്കും നാരങ്ങമാലയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനിത് ഷോർട്സ് ഇടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുള്ളൂ. ലോങ് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഹൊറിസോണ്ടലായിട്ട് എടുക്കാതിരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വിളക്ക് കത്തിച്ച് കഴിഞ്ഞ് നാരങ്ങമാല വാങ്ങി അകത്തുകൊണ്ടേ കൊടുക്കണം, അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഈ പ്രാവശ്യം തിരക്കില്ലാതെ പോയതുകൊണ്ട് തന്നെ നമുക്ക് അകത്ത് കുറേ സമയം ഇരിക്കാൻ പറ്റും കേട്ടോ. ദേവീൻ്റെ അടുത്ത് ഇഷ്ടംപോലെ സമയം ഇരിക്കാൻ പറ്റി. പിന്നെ ഇവിടെ വരുന്നവർക്ക് അറിയില്ല എന്ന് തോന്നുന്നു, പുറത്തുനിന്ന് വരുന്നവർക്ക് അറിയില്ലായിരിക്കും ഇവിടെ ഫുഡുള്ള കാര്യം. നമ്മളിപ്പോൾ കുറച്ച് പ്രാവശ്യം പോയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഫുഡ് ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അവിടെ എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ തന്നെ അത്ര വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടെ പോയി നല്ല അടിപൊളി ചോറിട്ടോ, ഒന്നും പറയാനില്ല, ചോറും കറിയും ഒക്കെ അടിപൊളിയായിരുന്നു. ഇവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ തിരിച്ചു പോരുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് അല്ല, ഈ വഴി കയറി നമ്മൾ നേരെ മറ്റേ നമ്മുടെ ഇപ്പം തിരുവനന്തപുരത്തുള്ള സ്പെഷ്യൽ ഉണ്ടല്ലോ ബോളി. അപ്പോൾ ഇപ്പം ഞാനൊരു ഷോർട്സ് കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, ബോളിയും പായസം കൂടെ കഴിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു കൊതി, നമുക്ക് അവിടെ പോയി കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ 2-3 കട ഞാൻ കണ്ടു, അതിൽ പുതിയതായിട്ടുള്ളൊരു കട, ആ കടേൻ്റെതാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ തന്നെ കയറി. അപ്പോൾ ബോളിയും പാൽപ്പായസമാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. എനിക്കെന്ന് പറഞ്ഞാൽ അത്ര മധുരം ഇഷ്ടമുള്ള ആളല്ല ഞാൻ, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ മധുരം മാത്രം കുറച്ച് എനിക്ക് ഓവറായി തോന്നി കേട്ടോ. കാരണം ബോളിയിലും മധുരമാണ്, പാൽപ്പായസത്തിലും അടിപൊളി മധുരമാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ച് മധുരം ഓവറായി തോന്നി. വേറെ ഒരു പ്രശ്നമില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ, ഒന്നും പറയാനില്ല. പിന്നെ ഇതിൻ്റെ ഒക്കെ ഞാൻ ഷോർട്സൊക്കെ അടുത്ത ദിവസമായിട്ട് ഇടാം, ഷോർട്സേ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അതിൽ ഞാൻ അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പിന്നെ ഈ കമ്മൽ കട ഉണ്ടല്ലോ, ഞാൻ ഇവിടെ വന്ന ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഒരു കട ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി നമ്മുടെ സ്ഥിരം സ്ഥലമായ ലുലുമാളിലേക്ക് പോയി. ലുലുമാളിൽ പോയി അവിടെ ഏകദേശം 2 മണിക്കൂർ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വീഡിയോസ് ഒന്നും എടുത്ത് വെക്കാത്തതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. കാരണം നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനമൊക്കെ വാങ്ങി. പിന്നെ നമ്മൾ നേരെ മേലെ ഫുഡ് കോർട്ട് പോയി ചിക്കിങ്ങിലാണ് പോയിട്ട് KFC വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ കിഡ്സ് സോണിൽ പോയി, അവിടെ അച്ചോട്ടിനെ കളിപ്പിച്ച് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന്. പിന്നെ എന്ത് ചെയ്യാനാ, വീട്ടിൽ പോയിട്ട് തിരക്കൊന്നും ഇല്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ അവിടെ നിന്ന്. പിന്നെ നേരെ തിരിച്ച് സ്റ്റുഡിയോയിലേക്ക് പോയി. സ്റ്റുഡിയോ പോയിട്ട് എനിക്കൊരു ലിപ്സ്റ്റിക്ക് നോക്കാൻ കേട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഉദ്ദേശിച്ച് പോയ കളറല്ല ഞാൻ എടുത്തത്, ഞാൻ ബർഗണ്ടി കളറായിട്ട് എടുത്തിട്ട് വന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഡാർക്ക് മെറൂൺ എടുക്കാമെന്ന് പറഞ്ഞ് പോയതാണ്. ലാസ്റ്റ് ഞാൻ ഒരു ബർഗണ്ടി കളറാണ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നേരെ വീട്ടിലൊന്ന് ഡ്രസ്സ് മാറ്റി. നമ്മൾ ഇപ്പം കുറേ ആയിട്ട് ചരവണയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ നേരെ പോകുന്നത് ആനന്ദാസിലാണ് കേട്ടോ, പുതിയ ഹോട്ടലാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് നമ്മളിപ്പോൾ കഴിക്കുന്നത്. അടിപൊളി ഫുഡാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഹോട്ടലും. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ട ഉറപ്പായി ലൈക്ക് ചെയ്യുക. ഇതുവരെ വീഡിയോ കാണാൻ തരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ.